നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻഡ്സ് WCL ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ലെജൻഡ്സ് ഇംഗ്ലണ്ടിൻ്റെ ടീമിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. 3 വിക്കറ്റിൻ്റെ വിജയമാണ് ഇന്ത്യൻ ടീം നേടിയിരിക്കുന്നത്. മുൻകാല താരങ്ങൾ ഒരിക്കൽ കൂടി കളിക്കളത്തിൽ കാണാനുള്ള സുവർണാവസരമാണിത്. റോബിൻ ഉത്തപ്പ കിടിലൻ ഇന്നിങ്സ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. ഇർഫാൻ പത്താൻ്റെ 2 കിടിലൻ സിക്സറുകൾ നമ്മൾ കണ്ടു. പിന്നെ സുരേഷ് റൈനയും യുവരാജ് സിംഗും ഒക്കെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയ മത്സരം. ഈ കളിയിൽ ആദ്യം ബാറ്റ് ചെയ്തത് ഇംഗ്ലണ്ടായിരുന്നു. നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റിന് അവർ 165 റൺസാണ് എടുത്തത്. മറുപടി ബാറ്റിങ്ങിൽ 18.5 ഓവറുകളിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിന് വേണ്ടി കെവിൻ പീറ്റേഴ്സൺ ഓപ്പൺ ചെയ്ത കെവിൻ പീറ്റേഴ്സൺ അദ്ദേഹമായിരുന്നു ക്യാപ്റ്റൻ. അദ്ദേഹത്തിന് ഒട്ടും മികവ് കാണിക്കാൻ പറ്റിയില്ല. ധവാൽ കുൽക്കർണി അദ്ദേഹത്തെ മടക്കി വിട്ടു, കോട്ടൺ ബോൾഡാക്കി മടക്കി വിട്ടു. 9 പന്തിൽ 4 റൺസാണ് അദ്ദേഹം നേടിയത്. ഫിൽ മസ്റ്റാർഡ് 24 പന്തിൽ നിന്ന് 13 റൺസാണ് എടുത്തത്. ഇയാൻ ബെല്ലാണ് അവർക്ക് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടി മികച്ച പ്രകടനം നടത്തിയ ബാറ്റർ. അദ്ദേഹം 44 പന്തിൽ നിന്ന് 59 റൺസ് എടുത്തു. ഒപ്പം സമിത് പട്ടേലിൻ്റെ കിടിലൻ വെടിക്കെട്ടുണ്ടായിരുന്നു. 25 പന്തിൽ നിന്ന് 5 ഫോറും 3 സിക്സറും അടക്കം അദ്ദേഹം 51 റൺസാണ് എടുത്തത്. രവി ബപ്പാറ 10 റൺസ് എടുത്തപ്പോൾ ഒവൈ ഷാ 9 പന്തിൽ നിന്ന് 3 ഫോറും 1 സിക്സും അടക്കം 23 റൺസ് എടുത്ത് പുറത്താകാറുന്നു. അങ്ങനെ നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റ് 165 റൺസാണ് ഇംഗ്ലണ്ട് എടുത്തിരുന്നത്. ഇന്ത്യക്ക് വേണ്ടി ധവാൽ കുൽക്കർണിയും വിനയ് കുമാറും ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തിയപ്പോൾ 3 ഓവറിൽ 16 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്ത് ഹർഭജൻ സിംഗ് തൻ്റെ പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടി റോബിൻ ഉത്തപ്പയും നമൻ ഓജയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് കിടിലൻ തുടക്കമാണ് സമ്മാനിച്ചിരുന്നത്. ആദ്യ വിക്കറ്റ് വീഴുമ്പോഴേക്കും ഇന്ത്യയുടെ സ്കോർ കാർഡിൽ 62 റൺസ് വന്നു കഴിഞ്ഞിരുന്നു. 6.4 ഓവറിൽ 62 റൺസിലേക്ക് ഇന്ത്യ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് നമൻ ഓജ മടങ്ങുന്നത്. അദ്ദേഹം 20 പന്തുകൾ നേരിട്ട് 2 ഫോറും 2 സിക്സും അടക്കം 25 റൺസ് എടുത്തു. മറുഭാഗത്ത് ഉത്തപ്പയുടെ വെടിക്കെട്ടായിരുന്നു. 4 ഫോറും 2 സിക്സും അടക്കം അദ്ദേഹം 32 പന്തിൽ നിന്ന് 50 റൺസ് എടുത്തു. എന്നാൽ പിന്നെ ഇന്ത്യ ഒന്ന് പതറുന്ന കാഴ്ച. സുരേഷ് റൈന, യുവരാജ് സിംഗ് അവരൊക്കെ പെട്ടെന്ന് മടങ്ങുന്ന കാഴ്ച. യുവരാജിനെ ഡക്കിന് സ്കോഫീൽഡിൻ്റെ പന്തിൽ ഒവൈഷ വിട്ടതാണ്. തൊട്ടു പിന്നാലെ സുരേഷ് റൈനയെ ഒവൈഷയുടെ പന്തിൽ കെവിൻ പീറ്റേഴ്സൺ ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ച കണ്ടു. അങ്ങനെ പിന്നെ റയാൻ സൈഡ് ബോട്ടം ഒരു സിമ്പിൾ ക്യാച്ച് വിടുന്നു. അങ്ങനെ ഇംഗ്ലീഷ് താരങ്ങൾ നിർലോഭം ക്യാച്ച് വിട്ട് ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. സുരേഷ് റൈന 17 പന്തിൽ നിന്ന് ഒരു ഫോറിൻ്റെ സഹായത്തോടെ 16 റൺസ് എടുത്തു. അദ്ദേഹത്തെ ക്രിസ് കൊഫീൽഡിൻ്റെ പന്തിൽ സിക്സർ അടിക്കാനുള്ള ശ്രമത്തിൽ ബൗണ്ടറി ലൈനിൽ വെച്ച് സാജിദ് മഹമ്മൂദ് വളരെ ഉയരക്കാരനാണല്ലോ, അദ്ദേഹം ആ ഒരു ക്യാച്ച് എടുക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം 16 റൺസിന് മടങ്ങി. യുവരാജ് സിംഗിനെ സ്കോഫീൽഡ് ആണ് പറഞ്ഞു വിടുന്നത്. അദ്ദേഹം 5 പന്തിൽ നിന്ന് 2 റൺസ് മാത്രമാണ് എടുത്തിരുന്നത്. പക്ഷെ പിന്നീട് ഇർഫാൻ പത്താനും ഗുർക്കിരാജ് സിംഗ് മന്നും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് ഇന്ത്യയെ വിജയത്തോട് അടുപ്പിച്ചത്. ഇർഫാൻ 15 പന്തിൽ നേരിട്ട് 1 ഫോറും 2 സിക്സറും അടിച്ചു. അദ്ദേഹം 22 റൺസാണ് അടിച്ചത്. അദ്ദേഹത്തെ ബൊപ്പാറയാണ് മടക്കി വിട്ടത്. റയാൻ സൈഡ് ബോട്ടം ആ ക്യാച്ച് മികച്ച രൂപത്തിൽ ഹോൾഡ് ചെയ്തു. എന്നാൽ ഗുർക്കിരത് സിംഗ് മൻ 17 പന്തിൽ നിന്ന് 3 ഫോറും 2 സിക്സറും അടക്കം 33 റൺസ് അടിച്ചതാണ് ഇന്ത്യക്ക് വിജയത്തിലേക്ക് എളുപ്പമാക്കിയത്. വിനയ് കുമാർ റൺഔട്ട് ആവുകയായിരുന്നു. ആ ഒരു ഷോട്ട് മൊപ്പാറയുടെ കയ്യിൽ കൊണ്ട് സ്റ്റമ്പിന് കൊണ്ടു. അങ്ങനെ വിനയ് കുമാർ ഡക്കായിട്ട് മടങ്ങി. യൂസഫ് പത്താനും ഹർഭജൻ സിംഗുമാണ് അവസാന ഘട്ടത്തിൽ ഇന്ത്യക്കായിട്ട് ക്രീസിലുണ്ടായിരുന്നത്. ഏതായാലും ഇന്ത്യ ഒടുവിൽ വിജയലക്ഷ്യം മറികടക്കുകയും ചെയ്തു. ഇതാ ഇംഗ്ലീഷ് ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 3 വിക്കറ്റിൻ്റെ വിജയത്തോടുകൂടി ഇന്ത്യ ലെജൻഡ്സ് ഈ ഒരു WCL തുടക്കമിട്ടിരുന്നു. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.